പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ മുഹറം മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരുന്നു. നാളെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായി നമ്മൾ ചെയ്യുന്ന ഒരുപാട് നന്മകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വലാത്ത് ചൊല്ലുക. അല്ലേ, നമുക്കൊക്കെ സ്വലാത്ത് പലതും അറിയാം, നമ്മൾ സ്വലാത്തുകളൊക്കെ ചൊല്ലുന്നുണ്ട്. ഇപ്പോൾ റബീഉൽ അവ്വൽ മാസം വരുന്നതിന് മുമ്പ് 1 കോടി സ്വലാത്ത് നമുക്ക് ചൊല്ലി തീർക്കാം. അങ്ങനെ അൽഹംദുലില്ലാഹ് പല സംഘങ്ങളായി സ്വലാത്ത് ചൊല്ലുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇന്ന് ഞാനൊരു സ്വലാത്ത് പറഞ്ഞു തരാം. ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന 17 വമ്പിച്ച പ്രതിഫലങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. മാത്രമല്ല ഈ സ്വലാത്ത് ചൊല്ലാൻ ടൈമുണ്ട്, ഒരു സമയമുണ്ട്. അത് ദുഹാ ടൈമാണ്. ഇൻഷാ അല്ലാഹ് ആ ടൈമിൽ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നുണ്ട്. അവസാനം വരെ കാണണേ. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ, നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരായി നമ്മൾ മാറാൻ വേണ്ടി ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതും ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും സ്വലാത്ത് അധികമായി ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ, അതുവഴി സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറായ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നല്ല ഒരു ജീവിതവും നല്ല ഒരു മരണവും, മരണാനന്തര ജീവിതം വലിയ സന്തോഷത്തിലും റാഹത്തിലും സമാധാനത്തിലും, അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പവിത്രമായ മുഹറം മാസത്തിൻ്റെ 13ാമത്തെ ദിനത്തിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് 14ാം രാവിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്ന് നോമ്പ് പിടിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല അവർക്ക് ഖൈർ കൊടുക്കട്ടെ, ബറക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കട്ടെ. മാത്രമല്ല പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്നു. നാളെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലാണ്. ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ 3ാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. അൽഹംദുലില്ലാഹ്. എന്തുമാവട്ടെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസത്തിലെ പ്രത്യേകതയും അതിൻ്റെ മഹത്വവും, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ നേട്ടങ്ങളും അതിൻ്റെ പ്രത്യേകതകളൊക്കെ കഴിഞ്ഞ പല വീഡിയോയിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാലും പറയട്ടെ, സ്വലാത്ത് അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് പ്രത്യേകിച്ച് മുഹറം മാസം. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമായ ഈ ദിവസവും ഇന്നും നാളെയൊക്കെ ആയിട്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കണം. ഒരുപാട് കണ്ട് സ്വലാത്തുകൾ നമുക്കറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, മൻ സ്വല്ല അലയ്യ ഫിൽ യൗമി മിഅത്ത മറ ഖലല്ലാഹു ലഹു മിഅത്ത ഹാജ എന്നാണ്. അതായത് 100 ആവശ്യങ്ങൾ, നമ്മുടെ 100 ആവശ്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി തരും. ഒരു മനുഷ്യൻ 100 സ്വലാത്ത് ചൊല്ലിയാൽ 100 ആവശ്യങ്ങൾ അല്ലാഹു തആല നിർവഹിച്ചു തരും. അപ്പൊ സ്വലാത്ത് ചൊല്ലും തോറും നമ്മുടെ ആവശ്യ പൂർത്തീകരണം അല്ലാഹു തആല നടത്തി തരും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും സ്വലാത്ത് ചൊല്ലാൻ ബാധ്യസ്ഥരാണ്. അല്ലെ, സ്വലാത്ത് ഒരു നിർബന്ധമായ അമൽ കൂടിയാണല്ലോ. കാരണം നമ്മൾ നമസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. നമ്മൾ നമസ്കാരം ശരിയാവണമെങ്കിൽ അത്തഹിയാത്ത് നമ്മൾ സ്വലാത്ത് ചൊല്ലാറുണ്ടല്ലേ. നിസ്കാരത്തിന്റെ ഫർദിൽപ്പെട്ടതല്ലേ സ്വലാത്ത് ചൊല്ലുക. അവസാനത്തെ അത്തഹിയാത്ത് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു, ഇബ്രാഹിമിയ സ്വലാത്ത്. നിരവധി സ്വലാത്തുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്വലാത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അതല്ലാത്ത ഒരുപാട് സ്വലാത്തുകളുണ്ട്. മഹത്തുക്കൾ, ഓരോ സ്വഹാബിമാരും വ്യത്യസ്തമായ സ്വലാത്തുകൾ ചൊല്ലിയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്വലാത്ത്, ഈ സ്വലാത്തിന്റെ നേട്ടം ആദ്യം നമുക്കൊന്ന് കേട്ടാലോ. മരണത്തിന്റെ സമയത്ത് ഇൻഷാ അല്ലാഹ് മുഖം സന്തോഷത്തോടെ, നല്ല മുഖം, ഒരാൾ മരണപ്പെട്ടു, അയാളുടെ മുഖം നോക്കിയിട്ട് നമുക്ക് എന്താണ് അയാളുടെ നല്ല മരണമായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുമെന്ന് മഹത്തുക്കൾ പറഞ്ഞു വരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് മുഖത്ത് നെറ്റിത്തടത്തിൽ ഒരാൾ മരിച്ച ഉടൻ തന്നെ അയാളുടെ നെറ്റിയിൽ ഈ വിയർപ്പ് തുള്ളികൾ ഉണ്ട് എങ്കിൽ അയാളുടെ നല്ല മരണമാണ്. അതുപോലെ തന്നെ ചെറിയ പുഞ്ചിരിയുണ്ട്, ചിരിക്കുന്ന ഒരു മുഖമാണ് എങ്കിൽ, ചില ആളുകൾ മയ്യത്ത് കണ്ടറിയാം അല്ലെ, ഒരു ചിരിച്ചു കിടക്കുന്ന, ചില ഉസ്താദുമാരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചിരിച്ചു കിടക്കുന്ന മുഖമായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മൂക്കിന്റെ ദ്വാരം അതിങ്ങനെ വീർത്തിട്ട്
ചില ആളുകൾ മരണപ്പെടുന്നുണ്ട്, അതുമൊക്കെ നല്ല മരണമാണെന്നാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല മരണത്തിൻ്റെ ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. കലിമ ചൊല്ലി മരിക്കാൻ പറ്റുക, നല്ല സമയത്ത് നല്ല സ്ഥലത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുക, ഈ ഖുർആൻ കേട്ടുകൊണ്ട് മരിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ല മരണം നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് മുഖം പ്രകാശിച്ച് മരിക്കാൻ, മരിക്കുന്ന സമയത്ത് മുത്തായ ഹബീബ്, ചില ആളുകളുണ്ട് മരിക്കുന്ന സമയത്ത് അവര് അള്ളാഹിന്റെ ഹബീബ് ഇങ്ങനെ കണ്ടിട്ട് മരിക്കുമെന്നാണ്. യാ റബ്ബ്, അതിനൊക്കെ വലിയ സൗഭാഗ്യം വേണം. അല്ലാഹു തആല സൗഭാഗ്യത്തിലേക്ക് നമ്മളൊക്കെ എത്തിക്കുമാറാവട്ടെ. കാരണം പാപികളാണ്, ദോഷികളാണ്, ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്. നമുക്കൊന്നും അറിയില്ല നമ്മുടെ ഈമാൻ എത്രത്തോളം ബലഹീനമാണെന്ന്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാ. മുത്തായ ഹബീബിനെ സ്നേഹിക്കാനും അവിടത്തേക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലാനും തൗഫീഖ് തരണേ അല്ലാ. സ്വലാത്ത് പിടിവള്ളിയാണ്. എത്രയോ ഉമ്മമാരായി കയ്യിൽ ഇപ്പൊ തന്നെ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന എത്രയോ ഉമ്മമാർ അവരുടെ കൈകളിൽ ഈ ചെറിയ കൗണ്ടർ ഇങ്ങനെ കയ്യിലിട്ടിട്ടുണ്ടാകും. അവരിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഉപ്പമാരുണ്ട്, ഒരുപാട് ഉപ്പമാരും സ്വലാത്തുകൾ ചൊല്ലുന്നു, ദിക്ർ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. വിശുദ്ധമായ റബീഉൽ അവ്വലൊക്കെ വരാനിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇനി ഏതാനും ദിവസങ്ങളെന്ന് നമുക്ക് പറയാനുള്ളൂ. ഏകദേശം 50 ചുല്ലാനം ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ വിശുദ്ധമായ നമ്മുടെ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ആ മാസത്തെ സ്വീകരിക്കാനും ഒരുപാട് സ്വലാത്തുകളും സലാമുകളും മദീനയിലേക്ക് പറയാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മനുഷ്യൻ സ്വലാത്ത് ഏത് രൂപത്തിലും ചൊല്ലും. ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്തിന്റെ നേട്ടം എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്ത് മുഖം പ്രകാശിച്ച് മരിക്കാൻ, അതുപോലെ തന്നെ നല്ല മരണമുണ്ടാവാൻ, മുത്തായ ഹബീബിനെ സ്വപ്നം കാണാൻ, അതുപോലെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. സ്വലാത്തു ചൊല്ലിയ അള്ളാഹുവിന്റെ കരുണ കിട്ടും. അള്ളാഹുവിന്റെ കരുണ കിട്ടാൻ, മലക്കുകളുടെ ദുആ കിട്ടാൻ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ, ഒരുപാട് സ്ഥാനമാനങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടാൻ, അതുപോലെ തന്നെ ഉഹദ് മലയുടെ വലിപ്പത്തിൽ വലിയ പ്രതിഫലം നമുക്ക് ആഖിറത്തിൽ കിട്ടാൻ, മനസ്സിന്റെ വിഷമങ്ങൾ മാറാൻ, ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ മരണസമയത്ത് മുത്ത് റസൂലിനെ കണ്ടിട്ട് മരിക്കാൻ, അതുപോലെ അർശിന്റെ തണൽ കിട്ടുന്ന ആളുകളിൽ പെടാൻ, അതുപോലെ തന്നെ വലത് കൈയിൽ നമുക്ക് കിതാബ് കിട്ടും, ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ പറ്റും, നരകമോചനം കിട്ടും, മിന്നൽ വേഗത്തിൽ സുറാത്ത് കടക്കാൻ പറ്റും, മരണസമയത്ത് സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടു മരിക്കാൻ പറ്റും, സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നമുക്കുണ്ടാകും, ദുന്യാവിൽ സമ്പത്ത്, കച്ചവടം അതൊക്കെ ഖൈറിലാകും, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ പെടാൻ പറ്റും, അതുപോലെ തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കാൻ പറ്റും, ദാരിദ്ര്യം ഇല്ലാതാകും. ഇങ്ങനെ ഒരുപാട് ഏകദേശം 17ഓളം വമ്പൻ പ്രതിഫലങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്വലാത്ത് നമുക്ക് ഏത് രൂപത്തിലും ചൊല്ലാം. ഏറ്റവും പുണ്യമുള്ള രൂപം എന്ന് പറഞ്ഞാൽ അതിൽ സ്വലാത്തും വേണം, സലാമും വേണം. നബിതങ്ങൾക്ക് സ്വലാത്തും ചൊല്ലണം, സലാമും പറയണം. നബിക്ക് മാത്രമല്ല, നബിതങ്ങളുടെ കുടുംബത്തിനും വേണം. നബിതങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, അവിടുത്തെ സ്വഹാബിമാർക്കും ചൊല്ലണം. ഇതൊക്കെ ഒത്തുവരുമ്പോഴാണ് ഒരു യഥാർത്ഥ സ്വലാത്താകുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു സ്വലാത്ത് ഇന്ന് പഠിക്കാം. ഈ സ്വലാത്തിന്റെ 17ഓളം വമ്പൻ നേട്ടങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി സ്വലാത്തിലേക്ക് കടന്നാലോ? എല്ലാവരും ചൊല്ലണം കേട്ടോ, എല്ലാവരും ചൊല്ലണേ. ഒരുപാട് സ്വലാത്ത് നമുക്കറിയാം, അതൊക്കെ ചൊല്ലിക്കോ. അതോടൊപ്പം തന്നെ ഈ ഒരു സ്വലാത്തും ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിച്ചു വെക്കിൻ. ഒരുപാട് നേട്ടമാണ് നമുക്കുള്ളത്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഒരൊറ്റ പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടും. കാരണം ഇതിന്റെ അർത്ഥം ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹുവേ, നീ സ്വല്ലി വസല്ലിം, നീ ഗുണവും രക്ഷയും കൊടുക്കണം. ആർക്ക് കൊടുക്കണം? അലാ സയ്യിദിനാ മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കണം. നബിതങ്ങൾക്ക് മാത്രമല്ല, വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനും കൊടുക്കണം. നബിതങ്ങളുടെ കുടുംബത്തിനും കൊടുക്കണം. ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്, ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും മാത്രമല്ല, നിന്റെ മഅലൂമിൻ ലക്, നിന്റെ അറിവിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിന്റെ എണ്ണത്തിനനുസരിച്ച് നബിതങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനുമൊക്കെ നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. ഒന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഒന്നുകൂടി. അല്ലാഹുമ്മ സ്വല്ലി
വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഈ സ്വലാത്ത് നിത്യമാക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു ടൈം മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് ടൈമാണെന്നറിയോ? അതായത് ളുഹാ സമയത്ത് ചൊല്ലൽ ഏറ്റവും നല്ലതാണ്. ളുഹാ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഏകദേശം ഇപ്പോൾ സുബഹി ബാങ്കൊക്കെ വിളിച്ച്, ഇപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ സുബഹി ബാങ്ക് വിളിക്കുന്നത് ഏകദേശം 4:53 ടൈമിലാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇവിടെ പള്ളിയിൽ നിസ്കരിക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഏകദേശം 5:25 മുമ്പ് പള്ളിയിൽ നിസ്കാരം തുടങ്ങും. അപ്പോൾ ഏകദേശം നിസ്കാരം ഖളാ ആകുന്ന ടൈം, അതായത് ഉദയത്തിൻ്റെ ടൈം ഏകദേശം 6 മണി കഴിഞ്ഞ് 6:05 6:10 ഇടയിലാണ് ഉദയത്തിൻ്റെ ടൈം. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ സ്ഥലങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം കേട്ടോ. പല പള്ളികളിലും പല വ്യത്യാസം ഉണ്ടാകും. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ജില്ലകളിൽ തന്നെ സുബഹിയുടെ ബാങ്കിൻ്റെ ടൈം വ്യത്യാസം ഉണ്ടാകും. പ്രത്യേകിച്ച് ഹനഫികൾക്ക് വ്യത്യാസം ഉണ്ടാകാം, ഷാഫികൾക്ക് വ്യത്യാസം ഉണ്ടാകും, എന്തുമാവട്ടെ. ഏകദേശം ഒരു 6:30 6:45 ഏകദേശം ഒരു 6:45 തൊട്ട്, ഏകദേശം ടൈം ആട്ടോ പറയണേ, ഒരു 6:45 തൊട്ട് അല്ലെങ്കിൽ ഒരു 6:40 6:35 തൊട്ടേ നമുക്ക് ളുഹാന്റെ ടൈം നമ്മൾ തുടങ്ങുന്നു. അതായത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ ഉയരം, ഒരു കുന്തത്തിൻ്റെ അളവ് ഏകദേശം ഒരു 20 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം ഉള്ള ടൈമാണ് ളുഹാന്റെ ടൈം. അപ്പോൾ തന്നെ തുടങ്ങുകയാണ്. ഏകദേശം ളുഹർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ടൈമാണ് ഏകദേശം ടൈം. അത് നല്ല സമയം എന്ന് പറഞ്ഞാൽ ഒരു 7 മണി 7:30 അല്ലെങ്കിൽ 8 മണി 8:30 അല്ലെങ്കിൽ 9 മണി 9:30 10 മണി, ആ ഒരു ടൈമാണ് ഏറ്റവും നല്ല ടൈം. ആ സമയത്തൊക്കെ, അതായത് രാവിലെ ടൈം നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു സ്വലാത്ത് പരമാവധി ചൊല്ലുക. ഈ സ്വലാത്ത് എന്നല്ല, ഏത് സ്വലാത്ത് ചൊല്ലിയാലും ഗുണമാണ്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം നമ്മൾ ഇന്ന് പറഞ്ഞു. പിന്നെ അതോടൊപ്പം തന്നെ ഉപ്പമാരെ പരിശുദ്ധമായ മുഹറം മാസമല്ലേ, നമ്മൾ മുഹറം മാസത്തിലാണ്, പുതിയൊരു മാസമല്ലേ, പുതിയ മാസം ഏകദേശം പകുതി നമ്മളോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പുതിയ ശീലം നമുക്കൊന്ന് പഠിച്ചാലോ? ദുഹാ നിസ്കാരം. ദുഹാ നിസ്കാരത്തിൻ്റെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയി നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പലർക്കും അൽഹംദുലില്ലാഹ് ദുഹാ നിസ്കാരം നിത്യമായി നിസ്കരിക്കുന്നവരാണ്, പലർക്കും അതിൻ്റെ രൂപമൊക്കെ അറിയാം. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയുന്നവരാണ്, അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാറിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് ഇൻഷാ അല്ലാഹ് ആ ദുഹാ നിസ്കാരത്തിൻ്റെ ആ ഒരു ചെറിയ ഒരു വിശദീകരണം പറയാം. അതായത് ദുഹാ നമസ്കാരത്തിന് കിട്ടുന്ന പ്രതിഫലം മൊത്തത്തിൽ 4 പ്രതിഫലമാണ്. 4 എന്ന് പറഞ്ഞാൽ 4 പറയുന്നു, ഇതല്ല, ഒരുപാട് നേട്ടമുണ്ട്. ഒന്നാമത്തെ നേട്ടം സ്വാലിഹീങ്ങളിൽ പെടാൻ പറ്റുമെന്നാണ്. സ്വാലിഹീങ്ങൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ പെടാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം. അതുപോലെ തന്നെ പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരും. അത് കഴിഞ്ഞതാണോ വരാനിരിക്കുന്നതല്ല, പാപങ്ങൾ ഏതുണ്ടെങ്കിലും അള്ളാഹു താല പുറത്തു തരും. പിന്നെ മൂന്നാമത്തേത്, മനുഷ്യൻ്റെ ശരീരത്തിൽ 360 കെണിപ്പുകളുണ്ട്. എല്ലാ കെണിപ്പുകൾക്കനുസരിച്ചും അവൻ സ്വതക്ക ചെയ്യണം. ആ സ്വതക്ക ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പകരം നിൽക്കുന്ന നിസ്കാരമാണ് ഈ ദുഹാ നിസ്കാരം. അതായത് 360 സ്വതക്ക ഒരു ദിവസം കൊടുത്ത പ്രതിഫലം അള്ളാഹു തആല തരുമെന്നാണ്. പിന്നെയോ മാത്രമല്ല, സ്വർഗത്തിലൊരു വീട്, ഒരു കൊട്ടാരം അള്ളാഹു തആല പണിതു തരും എന്നൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഈ നിസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. പുരുഷന്മാർക്ക് പള്ളിയിൽ നിസ്കരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കാം. സ്ത്രീകൾ എന്ത് ചെയ്യുക? വീട്ടിൽ തന്നെ നിസ്കരിക്കുക. സമയം നമ്മൾ പറഞ്ഞു, ഏകദേശം ഒരു സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു 6:30 അല്ലെങ്കിൽ 6:35 6:40 6:45 ഒരു 6:45 കഴിഞ്ഞ് നിസ്കരിക്കൽ ഏറ്റവും നല്ലതാണ്. അതുമുതൽ ഏകദേശം ഒരു 12 മണി, അതായത് ളുഹർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെയുള്ള ടൈം ഉണ്ട് നമുക്ക് ളുഹാ നിസ്കരിക്കാൻ. നിയ്യത്ത് ഇങ്ങനെയാണ്: ളുഹാ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു. ഇതാണ് ളുഹാ നിസ്കാരം. ജമാഅത്ത് സുന്നത്ത് ഇല്ലാത്ത നിസ്കാരമാണ് ളുഹാ നിസ്കാരം. അൽഹംദുലില്ലാഹ്, ളുഹാ നിസ്കാരത്തിന് നമ്മൾ നിന്നു, നമ്മൾ നല്ലപോലെ വുളൂഒക്കെ എടുത്ത് വന്നു. എന്ന് പള്ളിയിലാണെങ്കിൽ പള്ളി, വീട്ടിലാണെങ്കിൽ വീട്ടിൽ നിയ്യത്ത് വെച്ചു, നമ്മൾ കൈകെട്ടി. എന്നിട്ടോ വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതി കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതുക. എന്നിട്ടോ പ്രത്യേകം സുന്നത്തായ ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് ഓതൽ നല്ലതാണ്, സുന്നത്താണെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ റക്അത്തിൽ. രണ്ടാമത്തെ റക്അത്തിൽ വദ്ദുഹ വല്ലൈലി ഇദാ സജ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതലാണ് നല്ലത്. അങ്ങനെ ഓതിയാലും വലിയ പ്രതിഫലമുണ്ട് രണ്ടാമത്തെ റക്അത്തിൽ. ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഒന്നാമത്തെ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് രണ്ടാമത്തെ റക്അത്തിൽ ഓതിയാലും പ്രതിഫലം കിട്ടും എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതനുസരിച്ച് പ്രവർത്തിക്കുക. എന്നിട്ടോ നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടുക. എന്നിട്ട് ഈ പറയുന്ന സ്വലാത്ത് നമുക്ക് ഇഷ്ടമുള്ള എണ്ണം പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആ ചെയ്യുക. എന്നാൽ
എന്നാൽ ഇൻഷാ അല്ലാഹ് വലിയ ഖൈറാണ് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. എന്തായാലും എന്താണ് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ചെയ്താൽ അത് വലിയ നന്മയാണ്, നമുക്ക് ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് എന്ന് ഞാൻ മറക്കണ്ട, നിങ്ങളും മറക്കണ്ട. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോകൾ കാണുന്നവർ ദുഹാ നിസ്കരിക്കുന്നവരാണ്. ദുഹാ നിസ്കരിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ദുഹാ നിസ്കരിക്കാൻ ഇരിക്കുന്നവരുണ്ട്. എന്തുമാവട്ടെ അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവാണ്, പവിത്രമേറിയ സമയങ്ങളാണ്. നല്ലവണ്ണം ദുആ ചെയ്യുക, ദിക്ർ ഔറാദുകൾ പറയുക, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ദുആ മറന്നു പോവണ്ട. അത് നമുക്ക് മുഹറം എമ്പാടും എല്ലാ ദിവസവും പറയാവുന്ന ദിക്റുകളാണ്, തസ്ബീഹുകളാണ്. ഒരുപാട് സ്വലാത്തുകൾ പറയുക, വിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണം, അതുപോലെ തന്നെ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക, നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമാക്കുക, മറ്റ് ഇടപെടലുകൾ അതൊക്കെ കൃത്യമാക്കുക, നല്ലവണ്ണം ദുആ ചെയ്യുക, അതുപോലെ തന്നെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മുഅ്മിനല്ലേ, നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുക, എല്ലാവരോടും സലാം പറയുക, എല്ലാവരോടും ഇഷ്ടത്തോടു കൂടി സംസാരിക്കുക, മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അത് ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ, ഉമ്മ വാപ്പമാരാവട്ടെ, അതുപോലെ മക്കൾ മാതാപിതാക്കളാവട്ടെ, സഹോദരി സഹോദരന്മാരാവട്ടെ, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാവിൽ നിന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ആരോടൊക്കെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ പൊരുത്തം ചോദിക്കുക, നല്ലൊരു ജീവിതമാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള നന്മയും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നൽകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെയും വേണമെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം. ഇന്നിപ്പോൾ വ്യാഴാഴ്ച നോമ്പ് പിടിക്കുന്നവരുണ്ട്, വെള്ളിയാഴ്ച നോമ്പ് വെള്ളിയാഴ്ച മാത്രം തനിച്ച് പിടിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ വ്യാഴം വെള്ളി പിടിക്കുക, അല്ലെങ്കിൽ വെള്ളി ശനി, അങ്ങനെ ദിവസമാക്കി പിടിക്കലാണ് നല്ലത് കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്തുമാവട്ടെ അല്ലാഹു തആല. കാരണം ഇന്നിപ്പോൾ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 13ാമത്തെ ദിവസമാണ് ഇന്ന്. നാളെ വെള്ളിയാഴ്ച മുഹറം 14ആണ്. അതായത് ഈ വെളുത്ത വാവ് അയ്യാമുൽ ബീളിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അയ്യാമുൽ ബീളിൻ്റെ ഒരു നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി പിടിക്കുന്നു. മുഹറം മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് നാളെയും പറ്റുമെങ്കിലും കഴിയുന്നവർ നോമ്പ് പിടിച്ചാൽ നല്ലതാണ്. നിർബന്ധമായ കാര്യമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പിടിച്ചാൽ നല്ലതാണ്. അൽഹംദുലില്ലാ, ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.